Good morning. Today we can discuss different types of debentures. Okay, classification of debentures ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഡിബഞ്ചേഴ്സ് ദർ ആർ സെവറൽ ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദിയർ ഇഷ്യൂ. അപ്പോൾ ശരിക്കും ഡിബഞ്ചേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് ഓൺ എന്താ പറയുക ബേസ്ഡ് ഓൺ സം പോയിൻറ്റ്സ്. അതായത് ഒന്നുകിൽ സെക്യൂരിറ്റി പോയിൻ്റ് ഓഫ് വ്യൂ ആവാം, അല്ലെങ്കിൽ ടെന്യൂർ പോയിൻ്റ് ഓഫ് വ്യൂ, ഓർ മോഡ് ഓഫ് റിഡംഷൻ പോയിൻ്റ് ഓഫ് വ്യൂ, ഓർ കൂപ്പൺ റേറ്റ്, ഓർ ഓൺ ദ ബേസിസ് ഓഫ് ട്രാൻസ്ഫറബിലിറ്റി. അപ്പം നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ട്രാൻസ്ഫറബിലിറ്റി പോയിൻ്റ് ഓഫ് വ്യൂ. Transferability point of view, debentures are of two types. They are registered debentures or bearer debentures. So അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. എന്താണ് രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ്, ബെയറർ ഡിബഞ്ചേഴ്സ് എന്നുള്ളത് നോക്കാം. അപ്പം രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ദീസ് ആർ ദ ഡിബഞ്ചേഴ്സ് വിച്ച് ആർ പേയബിൾ ടു ദ രജിസ്റ്റേർഡ് ഹോൾഡേഴ്സ്. അതായത് രജിസ്റ്റേർഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ദ നെയിംസ് ഓഫ് ദ ഹോൾഡേഴ്സ് ഓഫ് ദീസ് ഡിബഞ്ചേഴ്സ് അപ്പിയർ ബോത്ത് ഓൺ ദി ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് ആൻഡ് ദ കമ്പനീസ് രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. മനസ്സിലായല്ലോ? അങ്ങനെ അവരുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദേ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ത്രൂ ദ ട്രാൻസ്ഫർ ഡീഡ്. അതായത് ഈ ഡിബഞ്ചേഴ്സ് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് വേണം? ട്രാൻസ്ഫർ ഡീഡ് വേണം. ഇങ്ങനെയുള്ളൊരു ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് എനേബിൾസ് ദ കമ്പനി ടു ലൊക്കേറ്റ് സ്പെസിഫിക് പേഴ്സൺസ് ആസ് ഹോൾഡേഴ്സ് ടു ഹൂം പേയ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ്. മനസ്സിലായല്ലോ? ദീസ് ആർ ട്രാൻസ്ഫറബിൾ ഓൺലി ബൈ എന്താ പറയുക ട്രാൻസ്ഫർ ഡീഡ്. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സ് ഇസ് ബെയറർ ഡിബഞ്ചേഴ്സ്. ബെയറർ ഡിബഞ്ചേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദീസ് ഡിബഞ്ചേഴ്സ് ആർ പേയബിൾ ടു ദ ബെയറർ called bearer debentures. So the names of debenture holders are not recorded in the register of debenture holders. Registered debenturesലുള്ള debenture holdersൻ്റെ പേര് കമ്പനീൻ്റെ രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സിലും ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം ദെയർ നെയിം ഇസ് എൻക്രിപ്റ്റഡ് ഓൺ ദി ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് ഓൾസോ. പക്ഷേ ഈ ബെയറർ ഡിബഞ്ചേഴ്സിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സിൽ അവരുടെ പേര് കാണില്ല. They are treated as negotiable instruments. Negotiable instrumentsൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് എന്തായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം? ദേ ആർ ട്രാൻസ്ഫറബിൾ ബൈ മിയർ ഡെലിവറി. അപ്പോൾ ജനറലി കൂപ്പൺസ് ആർ അറ്റാച്ച്ഡ് ടു സച്ച് ഡിബഞ്ചേഴ്സ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ദ ബെയറർ ഓഫ് സച്ച് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ സച്ച് സർട്ടിഫിക്കറ്റ്സ് ക്യാൻ ക്ലെയിം ഇൻട്രസ്റ്റ് ആഫ്റ്റർ സെൻഡിങ് ദം ടു ദ കമ്പനി. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ട്രാൻസ്ഫറബിലിറ്റി പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് രജിസ്ട്രേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ടു ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ആർ ദെയർ, രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് ആൻഡ് ബെയറർ ഡിബഞ്ചേഴ്സ്. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഇസ് ഓൺ ദ ബേസിസ് ഓഫ് സെക്യൂരിറ്റി പോയിൻ്റ് ഓഫ് വ്യൂ. On the basis of security point of view, there are two types of debentures. They are secured debentures and unsecured debentures. അപ്പോൾ സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ആ വേർഡിൽ തന്നെ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് ആർ സെക്യൂർഡ് ബൈ എ ഫിക്സഡ് ഓർ ഫ്ലോട്ടിംഗ് ചാർജ് ഓൺ ദി അസെറ്റ്സ് ഓഫ് ദി കമ്പനി. അതായത് ഈ ഡിബഞ്ചേഴ്സ് സെക്യൂർഡ് ആയിരിക്കും, സുരക്ഷിതമായിട്ട് ഏതിൻ്റെ മുകളിലൊരു ചാർജ് ഉണ്ടാവും? കമ്പനീൻ്റെ അസെറ്റിൻ്റെ മുകളിലൊരു ചാർജ് ഉണ്ടാവും. അതായത് ദീസ് ആർ സെക്യൂർഡ് ഈതർ ഓൺ എ പെർട്ടിക്കുലർ അസെറ്റ് ഓർ ഓൺ ദ അസെറ്റ്സ് ഓഫ് ദ കമ്പനി ഇൻ ജനറൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നുകിലൊരു സ്പെസിഫിക് അസെറ്റിൻ്റെ മുകളിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ജനറൽ അസെറ്റിൻ്റെ മുകളിലൊരു ചാർജ് ക്രിയേറ്റ് ചെയ്തും കൊണ്ടാണ് ഈ ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇൻ സച്ച് കേസ് സെക്യൂരിറ്റി ഈസ് ഗിവൺ ടു ദ ക്രെഡിറ്റേഴ്സ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ദിയർ മണി. So when specific assets are mentioned as security, it becomes a fixed charge. നേരെ മറിച്ചിട്ട് when assets are general are offered as security, it becomes a floating charge. ഇന്ത്യയിൽ സാധാരണ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ കമ്പനീസ് ഹാവ് നെസസറിലി ടു ബി സെക്യൂർഡ് എന്നുള്ളതാണ്. മനസ്സിലായോ? ഇത് കൂടാതെ ഈ എന്താ പറയുക സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ആർ ഓൾസോ നോൺ ആസ് മോർഗേജ് ഡിബഞ്ചേഴ്സ്. ഓർത്തിരുന്നോളാം. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് സെക്യൂരിറ്റി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ നേക്കഡ് ഓർ അൺസെക്യൂർഡ്
ഡിബഞ്ചേഴ്സ്. അപ്പോൾ അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിബഞ്ചേഴ്സ് വിച്ച് ആർ നോട്ട് സെക്യൂർഡ് ഫുള്ളി ഓർ പാർട്ട്ലി ബൈ എ ചാർജ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി ആർ കോൾഡ് അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ്. അതായത് ഇത് അങ്ങനെ എന്താ പറയുക, ഉറപ്പൊന്നുമില്ല, ഒരു എന്താ പറയുക, ഡിബഞ്ചേഴ്സിന് സെക്യൂരിറ്റി ഒന്നും കൊടുത്തിട്ടില്ല, കമ്പനീൻ്റെ അസറ്റിൻ്റെ മുകളിൽ എന്താ പറയുക ഒരു ചാർജ് ഒന്നും ഇല്ലാതെ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അൺസെക്യൂർഡ് ഡിബഞ്ചർ, ദ ജനറൽ സോൾവൻസി ഓഫ് ദ കമ്പനി ഈസ് ദ ഓൺലി സെക്യൂരിറ്റി ഫോർ ദ ഹോൾഡേഴ്സ്. അപ്പം എന്താണോ ഇപ്പം കമ്പനിക്ക് നല്ല ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ ആ ഒരു ഉറപ്പ് തന്നെയുള്ളൂ അവരെ ക്യാപിറ്റൽ തിരിച്ച് കിട്ടാനുള്ള. അല്ലാണ്ട് ക്യാപിറ്റൽ കൊടുക്കാനില്ലാത്ത സമയത്ത് കമ്പനീൻ്റെ അസറ്റൊന്നും അവർക്ക് എന്താ പറയുക ഇതാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ട്രീറ്റഡ് ആസ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യാം. ദെൻ തേർഡ് ക്ലാസിഫിക്കേഷൻ on the basis of redemption. On the basis of redemption, two types of debentures are there. ഏതൊക്കെയാണ്? redeemable debentures and second one irredeemable or perpetual debentures എന്ന് പറയും. അപ്പോൾ debentures can be redeemable or perpetual from the tenure point of view. അപ്പോൾ റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഡിബഞ്ചേഴ്സ് വിച്ച് ആർ റീപേയബിൾ. റെഡീമബിൾ എന്നുള്ളതിൻ്റെ മീനിങ് അതാണ്, റീപേയബിൾ ആഫ്റ്റർ എ സ്റ്റേറ്റഡ് പീരിയഡ് ഓഫ് ടൈം. മനസ്സിലായല്ലോ? അങ്ങനെയുള്ള ഡിബഞ്ചർ, അതായത് ഒരു പ്രത്യേക കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറയുന്നുണ്ടാവും എത്ര വർഷം കഴിഞ്ഞാലാണ് അത് റെഡീം ചെയ്യുക, റീപേ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിനെയാണ് റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ കമ്പനീസ് ആർ ജനറലി ഓഫ് ദിസ് ടൈപ്പ് എന്നുള്ളതാണ്. മനസ്സിലായോ? റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്? ദീസ് ഡിബഞ്ചേഴ്സ് ആർ റീപേയബിൾ ആഫ്റ്റർ എ ഫിക്സഡ് പീരിയഡ് ഈതർ ഇൻ ലംസം ഓർ ബൈ ഇൻസ്റ്റാൾമെൻറ്റ്. ഇപ്പോൾ 5 years കഴിഞ്ഞിട്ടാണ് റെഡീം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ 5 years കഴിഞ്ഞപ്പോൾ 1 lakh ഡിബഞ്ചേഴ്സാണ്, ആ 1 lakh ഒരുമിച്ച് കൊടുക്കും, ലംസം ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരിക്കാം കൊടുക്കുന്നത്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഇഷ്യൂ. ഇനി അക്കോർഡിംഗ് ടു ദ റൂൾ 4.16 ഓഫ് Companies Act 2013, the period of redemption of secured debentures shall not exceed 10 years from the date of issue. But in case of companies engaged in infrastructure projects, the period will be more than 10 years and a maximum 30 years. ഓർത്താൽ മതി, സാധാരണ കമ്പനീസൊക്കെ ആണെങ്കിൽ ഈ റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണ മാക്സിമം കാലാവധി എത്രയാണ്? 10 വർഷമാണ്. 10 വർഷത്തിൽ കഴിഞ്ഞാൽ റെഡീം ചെയ്തോണം. മാക്സിമം 10 years. അതിനുള്ളിൽ എപ്പോഴും ആവാം, മാക്സിമം 10 വർഷമേ ഇതാക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഇൻഫ്രാസ്ട്രക്ചറൽ കമ്പനീസ് ആണെങ്കിൽ അവരുടെ ടേം എന്ന് പറയുന്നത് ഇറ്റ് മേ ബി മോർ ദാൻ 10 years ആൻഡ് മേ ബി അപ് ടു 30 years, 30 വർഷം വരെ നീണ്ടു നിൽക്കാം. ഓക്കെ, ഈ സെക്കൻഡ് വൺ ഇസ് ഇറെഡീമബിൾ അല്ലെങ്കിൽ പെർപെച്വൽ ഡിബഞ്ചേഴ്സ് എന്ന് പറയും. എന്താണ് ഈ ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ? ദേ ആർ നോട്ട് റെഡീമബിൾ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദി കമ്പനി. അത് റീപേ ചെയ്യുന്നില്ല കമ്പനിയുടെ ലൈഫ് ടൈമിൽ. അതായത് അതെപ്പം മാത്രമേ ഉള്ളൂ, കമ്പനി എപ്പോഴാണോ ലിക്വിഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് നടത്തുന്നത് ആ സമയത്ത് മാത്രമേ ഉള്ളൂ ഈ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുള്ളൂ. അതുവരെ കമ്പനീൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും, ഇത് ഡിബഞ്ചേഴ്സ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഡിബഞ്ചേഴ്സ് വിച്ച് ആർ നോട്ട് റീപേയബിൾ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദി കമ്പനി ആർ കോൾഡ് ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സ്. അപ്പോൾ ദ കമ്പനി മേ റീപേ ദ മണി അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ ഓർ ഓൺ the happening of a remote contingency or after the expiry of a very long period. ഓർത്തിരിക്കുക, ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സിൻ്റെ പ്രത്യേകത അതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് അപ്പോൾ റിഡംഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിച്ച് ഏതൊക്കെയാണ് ടെന്യൂർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെയാണ് വരുന്നത്? redeemable and irredeemable. The next classification is on the basis of convertibility. On the basis of convertibility, debentures are of two types. ഏതൊക്കെയാണ് വരുന്നത്? Convertible debentures and non-convertible debentures. Convertible debentures എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ debentures which are convertible into shares or other securities at the option of the holders after a certain period are called convertible
debentures. So this type of debentures enables its holders to change status ഫ്രം ദാറ്റ് ഓഫ് എ ലെൻഡർ ടു ദി ഓണർ. അതായത് ഒരു പ്രത്യേക കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിബെഞ്ചേഴ്സ് എന്താക്കി മാറ്റാം എന്നാണ് പറയുന്നത്, ഷെയർസ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള സെക്യൂരിറ്റീസ് ആയിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല? അപ്പം ഇത്രയും കാലം ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ലെൻഡർ എന്നുള്ളൊരു ക്രെഡിറ്റേഴ്സ് ആണല്ലോ ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. അവർക്ക് ആ സ്റ്റേറ്റസ് മാറിയിട്ട് ആരായി മാറും? ഇപ്പോൾ ഷെയറായി കൺവേർട്ട് കഴിഞ്ഞാൽ ദേ ബിക്കം ദി ഓണേഴ്സ് ഓഫ് ദി കമ്പനി. മനസ്സിലായല്ലോ? അപ്പോൾ വേറൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ആർ ഓഫ് 2 ടൈപ്സ്. ഏതൊക്കെയാണ്? ഫുള്ളി കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ഉണ്ടാവും, പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ഉണ്ടാവും. ഫുള്ളി കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 lakh ഡിബെഞ്ചേഴ്സ് ഉണ്ട്, അത് മൊത്തം ഷെയറാക്കി മാറ്റിയിട്ടുണ്ടാവും. പാർട്ട്ലി ആണെങ്കിൽ അതിൽ ഒരു പാർട്ട് ഡിബെഞ്ചറായിട്ട് തന്നെ നിൽക്കും, ദ അതർ പാർട്ട് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഷെയർസ്. ഓക്കെ. ഇനി കൺവേർട്ടബിൾ കൂടാതെ നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് വരുന്നുണ്ട്. ദീസ് ഡിബെഞ്ചേഴ്സ് ഡു നോട്ട് ഗിവ് എനി ഓപ്ഷൻ ടു കൺവേർട്ട് ഇൻ ടു ഷെയർസ്. അതായത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാത്ത ടൈപ്പ് ഓഫ് ഡിബെഞ്ചേഴ്സിനെയാണ്, കൺവേർട്ട് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഡിബെഞ്ചേഴ്സിനെ തന്നെയാണ് നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ്, NCD എന്നാണ് പറയാം. അപ്പോൾ ഡിബെഞ്ചേഴ്സ് വിച്ച് ആർ നോട്ട് കൺവേർട്ടബിൾ ഇൻ ടു ഷെയർസ് or other securities of the company are called non-convertible debentures. Okay, last classification on the basis of coupon rate point of view. Coupon rate point of view le 2 types of debentures are there, specific rate and second one is zero coupon bond. അപ്പോൾ സ്പെസിഫിക് റേറ്റ് ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിബെഞ്ചേഴ്സ് ആർ യൂഷ്വലി ഇഷ്യൂഡ് വിത്ത് എ സ്പെസിഫിക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ സ്പെസിഫിക് റേറ്റിനെ നമ്മൾ കൂപ്പൺ റേറ്റ് എന്ന് പറയും. നിങ്ങൾക്ക് ഇനി അങ്ങനെ ആ ടേംസ് കുറേ കേൾക്കാൻ പറ്റും. കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് എന്താവാം, ഇറ്റ് മേ ബി ഈതർ ഫിക്സഡ് ഓർ ഫ്ലോട്ടിംഗ്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് യൂഷ്വലി ലിങ്ക്ഡ് വിത്ത് ദ ബാങ്ക് റേറ്റ് ആൻഡ് ഈൽഡ്സ് ഓൺ ട്രഷറി ബോണ്ട് പ്ലസ് എ റിവാർഡ് ഫോർ ദ റിസ്ക്. നേരെ മറിച്ച് സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വൺ വിച്ച് ഡസ് നോട്ട് ക്യാരി എ സ്പെസിഫൈഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇൻ ഓർഡർ ടു കോമ്പൻസേറ്റ് ദ ഇൻവെസ്റ്റേഴ്സ് സച്ച് ബോണ്ട്സ് ആർ ഇഷ്യൂഡ് അറ്റ് എ സബ്സ്റ്റാൻഷ്യൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ഡിസ്കൗണ്ട് എന്ന് അതായത് ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഫേസ് വാല്യൂം ഇഷ്യൂ പ്രൈസും തമ്മിലുള്ള ആ ഡിഫറൻസിനെയാണ് ഇൻട്രസ്റ്റ് റിലേറ്റഡ് ടു ദ ഡ്യൂറേഷൻ ഓഫ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.